കോട്ടയം ജില്ലയിലെ വൈക്കം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് പറയപ്പെടുന്നു. 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ദേവന് അന്നദാന പ്രഭു എന്നുകൂടി പേരുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ട് കായലുണ്ട്. അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ദിവസം ഓടുന്ന ബോട്ട് സർവീസും ഉണ്ടാവുന്നതാണ്. വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലുള്ള നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. 4 നടകളുള്ളൊരു ക്ഷേത്രമാണിത്. ഇപ്പം നിലവിൽ വൈക്കത്തഷ്ടമി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ധാരാളമായിട്ട് ഇപ്പോൾ തിരക്ക് കാണുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ വൈക്കത്തഷ്ടമി കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾക്കധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാൻ സാധിക്കുള്ളൂ. ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന വൈക്കം സത്യാഗ്രഹം നടന്നത് ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ്. രാവിലെ 4 മണി തൊട്ട് 12 വരെയും വൈകിട്ട് 4 തൊട്ട് രാത്രി 9 മണി വരെയുമാണ് ദർശന സമയം. മൊത്തം 13 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിൽ 12ാം നാൾ അഷ്ടമി വരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം. AD 300-ൽ ജീവിച്ചിരുന്ന പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. സദാശിവ സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വാഴുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ വൈക്കം ക്ഷേത്രം സന്ദർശിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിലൊന്ന് വന്നു പോവുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.